ആരോഗ്യ കേരളത്തിന് നാണക്കേടുണ്ടാക്കുന്ന ഒരു വിഷയം വർക്കല വെട്ടൂർ പഞ്ചായത്തിൽ ഈ പഞ്ചായത്തിനോട് ചേർന്ന് പ്രവർത്തിക്കുന്ന ഹോമിയോ ആശുപത്രിയിൽ നിന്ന് ഈ കഴിഞ്ഞ ഏതാനും മാസങ്ങളായി നൽകിക്കൊണ്ടിരുന്ന മരുന്നൊക്കെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ എന്ന ഒരു നിർണായകമായ ഒരു വാർത്തയാണ് വിസ്മയ ന്യൂസ് ഇപ്പോൾ പുറത്തുവിടുന്നത്. ഇവിടെ ഇന്നിപ്പോൾ വലിയൊരു പ്രതിഷേധം നടക്കുകയാണ്. ഇവിടുത്തെ തന്നെ ഒരു ജനപ്രതിനിധിയാണ് ഇത്തരമൊരു വിഷയം ശ്രദ്ധയിൽപ്പെട്ട് ഇവിടെ എത്തിയത്. അദ്ദേഹത്തിന് നൽകിയ മരുന്നും എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞത്. മാഡം വന്നപ്പോൾ ഈ മരുന്നുകളൊക്കെ ഉണ്ടായിരുന്നല്ലേ? പ്രതികരണം തന്നെ ബുദ്ധിമുട്ടുണ്ടോ? പ്രതികരിക്കാൻ വയ്യ. മാഡം എത്ര 6 മാസമായോ വന്നിട്ട്? അതിന് മുമ്പ് എവിടെയായിരുന്നു? കരവാരത്തായിരുന്നു. മാഡം വിഷമിക്കാതിരിക്കും, എല്ലാ പ്രശ്നങ്ങളും പരിഹാരമുണ്ടല്ലോ. മാഡം ഈ എക്സ്പയറി ഡേറ്റ് പരിശോധിച്ചില്ലായിരുന്നു അതിന്റെ? മാറ്റാൻ വെച്ചിരുന്നു. അത്യാവശ്യമുണ്ടെങ്കിൽ കൊടുക്കും. അതൊരു മെമ്പർ ആയതുകൊണ്ട് കൊടുക്കുന്നത്. പ്രിയമുള്ള, നമ്മൾ മനസ്സിലാക്കേണ്ടത് കഴിഞ്ഞ ഒരു 10-12 ദിവസമായി ഇവിടെ വരുന്ന രോഗികൾ അവർക്ക് ലഭ്യമാകുന്ന മരുന്നുകളെല്ലാം അതിൻ്റെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ മരുന്നുകളാണ് വിതരണം ചെയ്യുന്നുള്ള പരാതി ഞങ്ങൾക്ക് ലഭിക്കുകയുണ്ടായി. അതിനകത്തുള്ള സത്യാവസ്ഥ മനസ്സിലാക്കുന്നതിന് വേണ്ടി ഇന്ന് ഞങ്ങൾ നേരിട്ട് തന്നെ നമ്മുടെ മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റും പഴയ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനെ സുജി ഇവിടെ വരികയും ഒരു അസുഖത്തിന് ചികിത്സ തേടി മരുന്ന് ആവശ്യപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന് കൊടുത്ത മരുന്ന് ഇതിൻ്റെ എക്സ്പയറി ഡേറ്റ് 4/25. 3 മാസത്തിന് മുമ്പ് എക്സ്പയർ ആയ മരുന്നാണ് അദ്ദേഹത്തിന് കൊടുത്തത്. അത് കൂടാതെ ഞങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ ഇരുന്ന പല മെഡിസിനുകൾ പരിശോധിച്ചപ്പോൾ 1 വർഷം പഴക്കമുള്ള മെഡിസിൻ, 6 മാസം പഴക്കമുള്ള മെഡിസിൻ, 3 വർഷം വരെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ മെഡിസിൻസ് ആണ് ഇവിടെ ഇരിക്കുന്നത്. ഉടൻ തന്നെ ഡോക്ടറുമായി ബന്ധപ്പെട്ട് അവർ ആദ്യം പറഞ്ഞ മറുപടി വളരെ വിചിത്രമാണ്. ഇത് ഹോമിയോയുടെ മരുന്നുകൾ ഡേറ്റ് കഴിഞ്ഞാലും ഞങ്ങൾക്ക് കൊടുക്കാൻ പറ്റും എന്നാ പറഞ്ഞത്. പിന്നെ വേറൊന്നുകൂടി അവർ പറഞ്ഞത് ഇത് കുപ്പിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്തപ്പോൾ ഡേറ്റ് മാറിപ്പോയതാണ്. പക്ഷെ അത് ആ വാദം തെറ്റാണെന്നുള്ളത് മനസ്സിലായി. സുജിക്ക് കൊടുത്ത, ചങ്കുവിന് കൊടുത്ത മെഡിസിൻ സീൽഡ് ആയിട്ടുള്ളതാണ്. ഉടൻ തന്നെ ഞങ്ങൾ ഇവിടെ നിന്ന് DMOയെ വിളിച്ചു. DMO ഇൻചാർജുള്ള ആളുമായി സംസാരിച്ചു. ആദ്യം അവർ എങ്ങും തൊടാതെ സംസാരിച്ചെങ്കിലും വീണ്ടും ഞങ്ങൾ ചോദിച്ചു എന്തിനാ എക്സ്പയറി ഡേറ്റ് ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ അവർ പറഞ്ഞത് കർശനമായും ഈ മെഡിസിൻ കൊടുക്കാൻ പാടില്ല, മാറ്റേണ്ട മെഡിസിനാണ്. എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ് ഒരു മെഡിസിനും വെക്കാൻ പാടില്ല, മാറ്റേണ്ടതാണ്. അവർ പറയുന്നത് കഴിഞ്ഞ വർഷം പഞ്ചായത്ത് ഭരണസമിതി പൈസ വെച്ചിട്ടുണ്ട്, മെഡിസിൻ വന്നില്ല. പക്ഷേ ഇതിൽ ഞങ്ങൾക്ക് മനസ്സിലായി ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി സംവിധാനമുണ്ട്. ഇത് അന്വേഷിക്കാനോ കാണാനോ ഇവിടെ ആളില്ല. പഞ്ചായത്ത് ഭരണസമിതി ഇതിനെക്കുറിച്ച് അന്വേഷിക്കുന്നില്ല. ഈ ഓഫീസ് ഇവിടെ ഫംഗ്ഷൻ ചെയ്യുന്നത് ദൂരെയല്ല, ഈ പഞ്ചായത്ത് ഓഫീസിൻ്റെ അകത്താണ്. ഈ ഓഫീസിൻ്റെ ആദ്യം വരുന്ന കെട്ടിടമാണ്. അതുകൊണ്ട് തന്നെ ഈ ഭരണസമിതിക്ക് എപ്പോഴും ഇത് കാണാനും മനസ്സിലാക്കാനും കഴിയുന്നൊരു സംവിധാനമാണ്. ഇത് സംസ്ഥാനത്തൊട്ടാകെ ആരോഗ്യ മേഖലയിൽ ഉണ്ടായിരിക്കുന്ന പ്രശ്നങ്ങളുടെ തുടർച്ചയാണിത്. നമുക്കറിയാം ആരോഗ്യ മേഖല മെഡിക്കൽ കോളേജുകളിലും മറ്റ് ആശുപത്രികളിലും ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണെന്നറിയാം. അത് തന്നെയാണ് ഇവിടെ നടക്കുന്നത്. അതിനൊക്കെ ഉത്തരവാദിത്തപ്പെട്ട മന്ത്രിമാരും മറുപടി പറയുന്നത്. പക്ഷേ ഈ പഞ്ചായത്തിന് സമിതി വിട്ടുകിട്ടിയ സ്ഥാപനമാണ്. ഇത് വിട്ടുകിട്ടിയ സ്ഥാപനമായതുകൊണ്ട് തന്നെ ഇവിടെ നടക്കുന്ന കാര്യങ്ങൾക്ക് ഭരണസമിതിയാണ് 100% ഉത്തരവാദിത്വം. ഈ പഞ്ചായത്തിലെ ജനങ്ങളുടെ ആരോഗ്യ വിഷയങ്ങൾ ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതിന് പൂർണ്ണമായ തെളിവാണ്. ഇവിടെ വരുന്ന രോഗികൾ മെഡിസിൻ വാങ്ങിക്കൊണ്ട് പോയി അവർക്ക് എന്തെങ്കിലും അത്യാഹിതം സംഭവിച്ചാൽ ആരാണ് അതിന് ഉത്തരവാദികൾ? അടിയന്തരമായി ഇത് മാറ്റാൻ വെച്ചിരുന്ന മെഡിസിൻ അടിയന്തരമായി ഇതിനെതിരെ ശക്തമായ നടപടി. ഈ ഭരണസമിതി പൂർണ്ണമായും ജനങ്ങളുടെ ആരോഗ്യ വിഷയങ്ങളിൽ യാതൊരു താല്പര്യവും കാണിക്കുന്നില്ല. അവർക്കെതിരെ ഒരു അന്വേഷിക്കാനുള്ള ആളില്ല. ഇപ്പോ ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്ന ഇവിടെ രോഗികൾക്ക് കൊടുക്കാനായി വെച്ചിരിക്കുന്ന മരുന്നുകൾ പൂർണ്ണമായും എല്ലാ മെഡിസിനും ഡേറ്റ് കഴിഞ്ഞതാണ് എന്നാണ് ഞങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. എല്ലാ മരുന്നുകളും ഇവിടേക്ക് നമ്മുടെ പ്രവർത്തകർ ഇവിടെ വന്നിട്ട് ആളുകളൊക്കെ പരിശോധിച്ചപ്പോഴെല്ലാം 1 വർഷം, 2 വർഷം, 3 വർഷം, 4 വർഷം വരെ കഴിഞ്ഞ മെഡിസിനുകളാണ് ഇവിടെ ഇരിക്കുന്നത്. ഈ ഓഫീസിനകത്തുള്ള പഞ്ചായത്തിന്റെ ഭരണസമിതിയുടെ ആളുകളുണ്ട്, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഉണ്ട്. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഒരു പ്രാവശ്യം ഇത് പരിശോധിച്ചിട്ടുണ്ടെന്നാണ് ഞങ്ങളുടെ ചോദ്യം. പ്രസിഡന്റ് ഇത് പരിശോധിച്ചിട്ടുണ്ടെന്നാണ് സംശയം. ഇവരാർക്കും ഇതിന് സമയമില്ല. ഇത് ജനങ്ങളോടുള്ള കടുത്ത വെല്ലുവിളിയാണ്. ജനങ്ങളുടെ ആരോഗ്യം വെച്ച് കളിക്കുകയാണ്. ഇത് ശക്തമായ പ്രതിഷേധം ഞങ്ങൾ അറിയിക്കുകയാണ്. ഇത് ഒരു കാര്യം അടിയന്തരമായി ഈ ഡേറ്റ് കഴിഞ്ഞ മരുന്നുകളൊക്കെ മാറ്റണം, മാറ്റി പകരം ഡേറ്റുള്ള മരുന്നുകൾ സ്ഥാപിക്കണം. കുറ്റക്കാർക്കെതിരെ കർശനമായ നടപടിയെടുക്കണം. ഈ ഭരണസമിതി ജനങ്ങൾക്ക് പൂർണ്ണ പരാജയമാണ് എന്നുള്ള പ്രതിഷേധം അറിയിക്കുക. പ്രതികരിക്കുന്നതാണോ? പ്രതികരണമുണ്ടോ? വളരെ ഗുരുതരമായിട്ടുള്ള ഒരു വിഷയമാണ് വെട്ടൂർ പഞ്ചായത്തിൽ ഉണ്ടായിരിക്കുന്നത്. വലിയൊരു പ്രതിഷേധം ഉണ്ടായിരിക്കുന്നു. ആരോഗ്യ മേഖലയ്ക്ക് തന്നെ വലിയ നാണക്കേടുണ്ടാക്കുന്ന ഒരു വിഷയമാണ് വെട്ടൂർ പഞ്ചായത്തിൽ ഉണ്ടായിരിക്കുന്നത്. ആരോഗ്യ വകുപ്പ് കൊല്ലുന്നു.
അധീനതയിലുള്ള വെട്ടൂർ പഞ്ചായത്തിനോട് ചേർന്ന് തന്നെ പ്രവർത്തിക്കുന്ന ഹോമിയോ ഹോസ്പിറ്റലിൽ നിന്ന് നൽകിയ മരുന്ന് വർഷങ്ങൾ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ മരുന്ന് നൽകിയ ഒരു വലിയ സംഭവം ഇവിടെ ഉണ്ടായിരിക്കുന്നു. ഇവിടെ ജനപ്രതിനിധികൾ അടക്കമുള്ള ആളുകൾ ഇവിടെ എത്തി. ഇപ്പോൾ പഞ്ചായത്തിലേക്ക് വലിയൊരു പ്രതിഷേധം നടക്കുകയാണ്. പഞ്ചായത്തിലെ പ്രതിനിധി ഷാലിബ് ഇപ്പോൾ ഷാലിബ് എന്താണ് ഇത്രയും സമയമായിട്ട് ഇവിടെ ഈ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഉൾപ്പെടെയുള്ള പഞ്ചായത്താണ്. ഈ പഞ്ചായത്തിന്റെ കോമ്പൗണ്ടിനകത്താണ് ഈ ഹോസ്പിറ്റൽ ഇരിക്കുന്നത്. ഒരു മരുന്നല്ല, അതിന്റെ ഗുളികകൾ പോലും 2024 എക്സ്പയറായ ഗുളികകൾ വരെ ഇവിടെ ആരോഗ്യ വകുപ്പ് മന്ത്രി കേരള സംസ്ഥാനമായ അന്തവും കൊണ്ടുപോകാത്ത മന്ത്രിയെ നിർത്തിയതിന്റെ മറ്റൊരു ഭാഗമാണ് ഈ വെട്ടൂർ പഞ്ചായത്തിൽ കാണിച്ചുകൊണ്ടിരുന്ന അനാസ്ഥത. എത്രയോ പേർക്ക് മരുന്നുകൾ കൊടുത്തു കഴിഞ്ഞു. പാവങ്ങളിത് തിരിച്ചറിയാൻ പറ്റാത്തവർക്ക് അത് കഴിക്കും. അതിൽ നിന്ന് എന്തൊക്കെയാണ് ഉണ്ടാവുമെന്നുള്ളത് ഇനി വരും ദിവസങ്ങൾ അറിയാം. ഇതുവരെയ്ക്ക് ഇവിടുത്തെ ഭരണസമിതി, ഈ പ്രസിഡന്റോ ഇവിടുത്തെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളോ ഈ ഡോക്ടറിന്റെ അടുത്ത് വരെയോ ഇത്രയും പ്രശ്നങ്ങളുണ്ടായോ തിരിഞ്ഞു നോക്കുകയോ ഇത് സംസാരിക്കാൻ പോലും ഇവിടെ എത്തിയിട്ടില്ല എന്നുള്ളതാണ്. ഏതായാലും വലിയ ഗുരുതരമായ ഒരു വിഷയമാണ്. നമുക്കറിയാം, മുൻ ജനപ്രതിനിധി കൂടിയായ സുജി അദ്ദേഹത്തിനാണ്. ഓക്കെ, ഇത് എന്താണ് സംഭവം? ഈ സംഭവം നടന്നിട്ട് ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ട് ഏകദേശം ഒരാഴ്ചയാണ്. ഈ ഒരാഴ്ചക്കകത്ത് കൊണ്ട് ഏകദേശം 8, 9, 10 പേരോളം ഞങ്ങളെ വിളിച്ച് ഞങ്ങളോട് പൊതുജനങ്ങളെ വിളിച്ച് വിവരം പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ തന്നെ ഇന്ന് നേരിട്ട് വന്ന് ഒരു മരുന്ന് വാങ്ങുകയുണ്ടായി. ആ മരുന്ന് വാങ്ങിയ അടിസ്ഥാനത്തിൽ ഞാൻ നോക്കിയപ്പോൾ 3 മാസം ഡേറ്റ് കഴിഞ്ഞ മരുന്നാണ് എനിക്ക് തന്നത്. അപ്പം ഞാനിത് ഡോക്ടറോട് വളരെ കാര്യമായി ചോദിച്ചു, ഡോക്ടറെ ഇത് 3 മാസം എക്സ്പയർ ആയ മരുന്നാണല്ലോ, അത് വളരെ വലിയ ബോട്ടിൽ നിന്ന് ചെറിയ ബോട്ടിലേക്ക് മാറ്റിയതാണെന്ന് പറഞ്ഞു. അപ്പം ഞാനത് ശരിയായിരിക്കാം. കാരണം ഞാൻ തുറന്നു നോക്കിയപ്പോൾ ഇത് കാണാൻ പറ്റും. തുറന്നു നോക്കിയപ്പോൾ അത് ഈ സീൽഡാണ്, ഈ ബോട്ടിൽ സീൽഡാണ്. അപ്പം ഞാൻ ചോദിച്ചത് എങ്ങനെ ഓപ്പൺ ചെയ്തിട്ടില്ല, ഓപ്പൺ അല്ല. അപ്പം ഞാൻ ചോദിച്ചു പഞ്ചായത്തിന് സ്വന്തമായി ബോട്ടിലിംഗ് പ്ലാന്റ് ഉണ്ടോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. അപ്പോൾ നോർമലി അങ്ങനെ ഒരു പ്ലാന്റ് പഞ്ചായത്തിനെ സംബന്ധിച്ചില്ല എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ അങ്ങനെ ചോദിച്ചപ്പോൾ അവർ മറ്റു കുറേ എക്സ്ക്യൂസ്. അപ്പോൾ അടുത്ത ന്യായം പറയുന്നത് ഇത് ഡേറ്റ് കഴിഞ്ഞാലും കൊടുക്കാമെന്നാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ ഒരു വിഷയത്തിൽ നേരിട്ട് ഇവിടെ എത്തി ഇത്തരം ഒരു സംഭവം ഇവിടെ നടക്കുന്നതെന്ന് പറഞ്ഞ് ഈ സുജി അദ്ദേഹം നേരിട്ടെത്തിയാണ് ഈ വിഷയത്തിൽ ഇപ്പോൾ ഒരു അന്വേഷണം നടത്തിയത്. അദ്ദേഹത്തിന്റെ അന്വേഷണത്തിൽ ഇവിടെ ഒരു ക്രമക്കേട് നടന്നു അദ്ദേഹം കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. വലിയ ഗുരുതരമായ ഒരു വിഷയമാണ്. ആ നമ്പർ 1 എന്ന് അവകാശപ്പെടുന്ന ആരോഗ്യ കേന്ദ്രത്തിന് നാണക്കേടുള്ള വിഷയം, ഗുരുതരമായ പ്രശ്നം. അതിൽ ഏറ്റവും ഗുരുതരമായ ഒരു വിഷയം, ഈ വിഷയം ശ്രദ്ധയിൽപ്പെടുത്തി ഇവിടെ പഞ്ചായത്ത് ഭരണസമിതിയുടെ കമ്മിറ്റി നടന്നുകൊണ്ടിരിക്കുന്നു. ആ കമ്മിറ്റിയിൽ ഞാൻ നേരിട്ട് കയറി ഈ വിഷയം അവിടെ അവതരിപ്പിച്ചു. അവിടുത്തെ ഒരു മെമ്പറെ കൊണ്ട് അവതരിപ്പിച്ചു. ഇത് ഞാൻ കാണിച്ചു കൊടുത്തപ്പോൾ ഭരണസമിതിയുടെ പ്രസിഡന്റ് അടക്കമുള്ള ആളുകൾ പറയുകയാണ് ഹോമിയോ മരുന്ന് ഡേറ്റ് എക്സ്പയർ കഴിഞ്ഞാലും അത് ഉപയോഗിക്കാമെന്ന്. അപ്പൊ ഞാൻ നോർമലി നിലവിൽ ഇപ്പൊ പ്രസിഡന്റ് ഇല്ല. അപ്പൊ ഞാനും സംശയിച്ചു അങ്ങനെ ഏതെങ്കിലും തരത്തിൽ ഇത് ഉപയോഗിക്കാമെന്നുള്ളതിന് നോക്കാം നമുക്ക്. എന്റെ അറിവില്ലായ്മ കൊണ്ടാണ് ചിലപ്പോൾ ഇങ്ങനെ ഹോമിയോ മരുന്ന് ഉപയോഗിക്കുന്നത്, എന്റെ അറിവില്ലായ്മയാണ് എന്ന് ഞാൻ കരുതി. അപ്പൊ ഞാൻ എന്റെ ഒരു ഡയറക്ടറേറ്റ് വിളിച്ചു, ഹോമിയോ ഡയറക്ടറെ വിളിച്ചു, എന്റെ സംശയം തീർക്കാൻ വേണ്ടി വിളിച്ചു. അദ്ദേഹത്തോട് ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞു അങ്ങനെ ഉപയോഗിച്ചുകൂടാ. അപ്പൊ അത്തരത്തിൽ അല്ലെങ്കിൽ പരിശോധിക്കുക, ഇതിനൊരു വിഷയം ഉണ്ടായി, അത് പരിശോധിക്കാൻ പോലും ഇവിടുത്തെ ഭരണസമിതി തയ്യാറായില്ല എന്നുള്ളതാണ് ദുഃഖകരമായ സത്യം. ഇത് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു, ഈ ഓഫീസ് നിലനിൽക്കുന്നത് പഞ്ചായത്ത് ഭരണസമിതിയുടെ മൂക്കിന് താഴെയാണ്. ഇത് HMC സാധാരണഗതിയിൽ പഞ്ചായത്ത് രാജ് നിയമം അനുസരിച്ച് ഓരോ മാസം കൂടുമ്പോഴും HMC വിളിച്ചു കൂട്ടണം. ആ HMCയില് കൃത്യമായ വിവരങ്ങൾ ശേഖരിക്കുകയും ബന്ധപ്പെട്ട സ്റ്റാൻഡിംഗ് കമ്മിറ്റികൾ പോയി അത് പരിശോധിച്ച് വേണ്ട നടപടികൾ എടുക്കുകയാണ് ചെയ്യേണ്ടത്. പക്ഷേ വലിയൊരു വീഴ്ചയുണ്ട്. വെട്ടൂർ പഞ്ചായത്ത് ഈ വിഷയത്തിൽ എന്തെങ്കിലും പ്രതികരണം നൽകാൻ തയ്യാറുണ്ടോ എന്ന് അറിയേണ്ടതുണ്ട്. നിരവധി വിഷയങ്ങൾ പ്രസിഡന്റും സെക്രട്ടറിയും പഞ്ചായത്തിലില്ല. അവരൊക്കെ അവരുടെ മുറികളൊക്കെ അവരെല്ലാം പുറത്തോട്ട് പോയെന്നാണ് അറിയാൻ കഴിഞ്ഞത്. വളരെ ഗുരുതരമായ ഒരു വിഷയം. ഇത് ആരോഗ്യ കേരളത്തിൽ തന്നെ നാണക്കേട് ഉണ്ടാക്കുന്ന ഒരു വിഷയമാണ്. വെട്ടൂർ പഞ്ചായത്തിൽ വെട്ടൂർ പഞ്ചായത്തിൽ ഒരു വിഷയം ആരോഗ്യമന്ത്രി അടക്കമുള്ളവർ ഈ ഒരു വിഷയത്തിൽ സമാധാനം പറയേണ്ടി വരും. ക്യാമറമാൻ അനീഷ് മംഗലപുരത്തോടൊപ്പം രജനീഷ്, വിസ്മയ ന്യൂസ്.